നമുക്ക് മലയാളത്തിലേക്ക് വരാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എങ്ങനെയാണ് ആ സമയത്ത് സാറിന് ഇപ്പോൾ ഓൾറെഡി നല്ല എക്സ്പീരിയൻസും ബോംബെ എക്സ്പീരിയൻസും അമേരിക്കൻ എക്സ്പീരിയൻസും ഒക്കെ കഴിഞ്ഞാണ് മലയാളത്തിലേക്ക് എത്തിയത്. എങ്ങനെയായിരുന്നു അവിടെ? യു ഇംപ്രസ്ഡ് എവരിബഡി റൈറ്റ്? ഓഫ് കോഴ്സ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ബോംബെയിൽ നിന്ന് പോയത് നേരെ അമേരിക്കയിലേക്കാണ്. ഓക്കെ. നൗഷാദ് സാഹിബിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ വെസ്റ്റേൺ മ്യൂസിക് കറക്റ്റായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എൻ്റെ ചേട്ടൻ എനിക്കൊരു സ്കോളർഷിപ്പ് സംഘടിപ്പിച്ച് തന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 1980 വന്നു. എൻ്റെ അമ്മ പറഞ്ഞു, എടാ നീ കിളവനായി വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഐ വാസ് ഓൾറെഡി 40 ദെൻ. ഞാൻ സോ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരളിയൻ പറഞ്ഞു, നവോദയ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ആലപ്പുഴയിലുണ്ട്, അയാൾ ഒരു പുതിയ സിനിമ പിടിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയൊരു കൈ നോക്കാം. യു ആർ ഓൾസോ മ്യൂസിക് കമ്പോസറും ഡയറക്ടറും ഒക്കെ ആണല്ലോ. എൻ്റെ അളിയൻ്റെ അങ്കിൾ നവോദയ അപ്പച്ചൻ്റെ കാര്യസ്ഥനായിരുന്നു, ഈ പ്രോപ്പർട്ടിയൊക്കെ നോക്കുന്നത്. അങ്ങനെ അദ്ദേഹം വഴി ആലപ്പുഴയിലേക്ക് ഞങ്ങൾ ചെല്ലുന്നു. നവോദയ അപ്പച്ചൻ്റെ വീട്ടിൽ കയറുന്നു. അവർ നവോദയ അപ്പച്ചനും വൈഫും വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, ഭക്ഷണം തരുന്നു, അവർ തന്നെ സെർവ് ചെയ്യുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മിസ്റ്റർ ജെറി എന്ന് എന്നെ വിളിച്ചിരുന്നത്. എൻ്റെ മകൻ മണ്ടനാണ്, അവൻ്റെ പേര് ജിജു. അവൻ പറയുന്നു, അപ്പോഴത്തെ നമ്മൾ ഈ തച്ചോളി അമ്പുവിനെയും മറ്റേ വടക്കൻ വീരഗാഥയ്ക്ക് എത്ര നാൾ പിടിച്ചോണ്ടിരിക്കും. ഏന്നോ ഇവർ എടുത്തിരുന്ന ആ ടൈപ്പ് സിനിമകളായിരുന്നു. തച്ചോളി, അമ്പു, ഉദയനൻ എന്നൊക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തെ പറ്റി പരാമർശിക്കുന്ന എന്തെങ്കിലും കഥ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അവന് ഇപ്പം നവോദയ പറ്റി അവനൊരു വിവരമില്ല. അവൻ പറയും, പ്രേം നസീറും ഷീലയും ഇല്ലാതെ നമ്മുടെ ആളുകളൊന്നും സിനിമ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ചെറിയ സിനിമ എടുക്കാമെന്ന് വിചാരിച്ചു. ജെറിക്ക് ഇവരോടുകൂടി സഹകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വൈ നോട്ട്, ഗിവ് ഇറ്റ് എ ഗോ, ഒരു ചാൻസ് കൊടുക്കാം. അങ്ങനെ നവോദയ അപ്പച്ചൻ എന്നെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ ചെന്നപ്പോൾ ദർ ഈസ് ഫാസിൽ, ജിജോ, സിബി മലയിൽ, മധു മുട്ടം എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം ഒരു കഥാകൃത്തും വളരെ ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളാണ്. ഇവരെല്ലാവരും ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് മ്യൂസിക്കിൻ്റെ ആളാണ്, വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഫാസിലിനോട് ചോദിച്ചു, സർ ഈ പാട്ട് കേട്ടിങ്ങനെ ആപ്കി നസ്രോനെ സംജ എന്നൊരു പാട്ട്, മദൻ മോഹൻ്റെ ഒരു പാട്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ആപ്കി നസ്രോനെ സംജ, അങ്ങനത്തെ ഒരു പാട്ട്. അതുപോലെ ഒരു പാട്ടുണ്ടാക്കാമോ? ഓ, നോ പ്രോബ്ലം. ആപ്കി നസ്രോനെ, ഞാൻ മറിച്ചിട്ടു. How do you do this? I said, I don't know how I'm doing it. സോ അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് ഈ കഥയിൽ ഒരാൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അയാൾക്ക് തോന്നും ഒരു പെൺകുട്ടി പുറകിൽ നിന്ന് വിളിക്കുന്നു, അങ്ങനൊരു പാട്ട്. ഞാൻ ചോദിച്ചു, എങ്ങനത്തെ വിളി? എടാ മാത്തച്ച, എടാ തോമ, അങ്ങനെയുള്ള വിളി? അല്ല, അങ്ങനെയല്ല, മുക്കുറ്റിപ്പൂവേ, അങ്ങനെ ഒരു വിളി. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, മുക്കുറ്റിപ്പൂവാണോ? അപ്പോൾ അവിടെ ബിച്ചു കൊണ്ടിട്ട് ഞങ്ങളോട്. ഞാൻ പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ എൻ മുക്കുറ്റി. അപ്പോൾ ബിച്ചു പറഞ്ഞു, മുക്കുറ്റിയൊന്നും നമുക്ക് വേണ്ട, നമുക്ക് കഥയിലേക്ക് പോവാം. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, എങ്ങനെയാ പാട്ട്? അത് ഫാസിലിനൊക്കെ വലിയ സന്തോഷമായി. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഞ്ഞൾ വരുന്ന പൂവിൽ കയറി പറ്റിയത്. അവിടെ ഒരു വലിയ കൂട്ടുകെട്ടും അവിടെ ബിഗിൻ ചെയ്യുവാണ്. വിച്ചു തിരുമലയും സർ. അത് നവോദയ അപ്പച്ചൻ്റെ അതിബുദ്ധിയാണ്. എന്താണെന്ന് അറിയാം, അദ്ദേഹത്തിന് അറിയാം ഫാസിൽ പുതിയതാണ്, അദ്ദേഹത്തിൻ്റെ മകനും പുതിയതാണ്, ഞാനും പുതിയതാണ്, എല്ലാവരും പുതിയതാണ്. അപ്പം ഞങ്ങളുടെ പുറകിൽ അനുഭവസ്ഥരായ വണ്ടർഫുൾ ടെക്നീഷ്യനെ അവർ നിർത്തി. ഉദാഹരണത്തിന് ക്യാമറമാനായിട്ട് അശോക് കുമാർ എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ മെഡൽ കിട്ടിയ ആളാണ്. പിന്നെ എഡിറ്ററായിട്ട് ഒരു ശേഖർ സാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല പല വൻകിട എക്സ്പീരിയൻസ്ഡ് ആളുകൾ എനിക്ക് തന്നത് ഗുണസിംഗ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ മ്യൂസിഷ്യൻ കമ്പോസർ ഉണ്ടായിരുന്നു.
അദ്ദേഹം ഒറിജിനലി ഫ്രം രാജസ്ഥാൻ ആയിരുന്നെങ്കിലും മൈസൂർ മഹാരാജാവിന് ഒരു സിംഫണി ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ചെലോ വായിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹം മദ്രാസിൽ വന്ന് മ്യൂസിക് ഡയറക്ടറായി, കണ്ടക്ടറായി, ഓർക്കസ്ട്രേറ്ററായി, അങ്ങനെ കൃതഹസ്ഥനായ ഒരാളാണ് എന്നെ അസിസ്റ്റ് ചെയ്യാൻ തന്നത്. അപ്പോൾ നവോദയ അപ്പച്ചൻ പറഞ്ഞത് ഇത് ജെറി പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുത്തേക്കുന്നു പറഞ്ഞു. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യം ആളുകൾ കാണാനൊന്നും വന്നില്ല എങ്കിലും ആദ്യത്തെ 35 ദിവസം ഒരു കുഞ്ഞ് തിയേറ്ററിൽ വന്നില്ല. അപ്പം ഇന്നാണെങ്കിൽ പടം മാറും. അപ്പച്ചൻ പറഞ്ഞു, ഓരോ തിയേറ്റർ ഉടമയോടും പറഞ്ഞു, ഓടിച്ചോളൂ ഞാൻ കാശ് തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാട്ടുകൾ കേരളത്തിലുടനീളമുള്ള കോളാമ്പിക്കാരുണ്ട്, അവർക്കെല്ലാം ഈ റെക്കോർഡ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ സൗകര്യം പോലെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളം മുഴുവൻ ഈ പാട്ടുകൾ കേൾക്കപ്പെട്ടു. അവസാനം ആൾ ഇത് പാട്ട് വേറെയാണല്ലോ, ഇതിങ്ങനെ കേട്ടിട്ടില്ലല്ലോ, എൻ്റെ ഏതാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, കണ്ടുകൾ. അങ്ങനെ 35 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ സിനിമ കാണാൻ വന്നു. പിന്നെ ഇറ്റ്സ് ഹിസ്റ്ററി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമ്മൾ പറയുമ്പോൾ, എൻ്റെ കഥ പറയുമ്പോഴത്തേക്കും നമ്മുടെ മോഹൻലാൽ, ലാലേട്ടനെ പറ്റി നമുക്ക് പറയാതെ പറ്റില്ല. കാരണം ലാലേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ലാലേട്ടനെ മലയാളികൾക്ക് സമ്മാനിച്ച മൂവിയാണ്. അതിൻ്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ആ സമയത്ത്? ലാൽ വാസ് actually not so prominent in the movie because he was a villain in it. In fact, ആദ്യത്തെ ഷൂട്ടിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് ആക്സിഡന്റ് വന്നിട്ട് കാലൊടിക്കുകയോ എന്തോ ചെയ്തിട്ട് പിന്നെ എഴുന്നേറ്റ് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇഫ് യു സീ ദ മൂവി വിൽ ഫൈൻഡ് മോഹൻലാലിങ്ങനെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെയൊക്കെ കാണിക്കല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, എസ്പെഷ്യലി ടുവേർഡ് ദ ക്ലൈമാക്സ്. ലാൽ വാസ് ദെയർ, ബട്ട് എന്നെ അദ്ദേഹം ആസ് എ വില്ലൻ എന്നുള്ളപ്പോൾ തന്നെ ശങ്കർ ആയിരുന്നു വലിയ ആള്, ഹീറോ ശങ്കർ ആൻഡ് പൂർണിമ ജയറാം. ഞങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ടായിരുന്നു. പക്ഷേ ദ ഫാക്ട് ഇസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഈസ് മോഹൻലാൽസ് ഫസ്റ്റ് മൂവി, ലൈക്ക് ഇറ്റ് ഈസ് മൈ ഫസ്റ്റ്. അതുപോലെ ചിത്ര ചേച്ചിയുടെയും ഫസ്റ്റ് ടൈം സാറിന്റെ കൂടെ ആയിരുന്നു ഇല്ലേ? അപ്പം ഞാൻ പറയാം, ചിത്ര വാസ് എ ഗുഡ് സിംഗർ. ചിത്രയ്ക്കും അരുന്ധതി എന്ന് പറയുന്ന ഏതോ ഒരു കൊല്ലം ഈ യുവജനോത്സവം അതിൽ അവർക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടി. ഇവർക്ക് സെക്കൻഡ് പ്രൈസ് ചിത്രയ്ക്ക്. അരുന്ധതി ഹാസ് എ വെരി പവർഫുൾ വോയിസ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഞാൻ MG രാധാകൃഷ്ണന്റെ ഒരു റെക്കോർഡിങ്ങിൽ കേട്ടു. ഒരു തിര പിന്നെയും തിര എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഇവർ രണ്ടുപേരും പാട്ട് പാടി. ഞാൻ നോക്കിയപ്പോഴുണ്ടടാ, ഐ ലുക്ക്ഡ് അറ്റ് ദി റെക്കോർഡിംഗ് മെഷീൻ. അരുന്ധതി പാടുമ്പോൾ ഈ 0-ൽ നിന്ന് ഈ നീഡിൽ ചാടി ചുമപ്പിലേക്ക് പോകും, മനസ്സിലായി? പക്ഷേ ചിത്ര പാടുമ്പോൾ ഇവിടെ നിന്ന് വന്ന് എത്ര സ്വരത്തിൽ എത്ര സോഫ്റ്റ് പാടിയാലും ആ 0 പോയിന്റിൽ വന്ന് നിൽക്കും. അപ്പോൾ ഐ നോട്ടീസ്ഡ് വാട്ട് ഹാപ്പൻഡ് വാസ്, ഈ മാമാട്ടിക്കുട്ടിയമ്മയുടെ പാട്ടുകൾ യേശുദാസിൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്യണമെന്ന് യേശുദാസ് തന്നെ നവോദയ അപ്പച്ചനോട് ആവശ്യപ്പെട്ടു. കാരണം യേശുദാസിനോട് ആരോ പറഞ്ഞു, ജെറി പറഞ്ഞു ദാസേട്ടന് പെണ്ണുങ്ങളുടെ സ്വരമാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് വാസ്, പി ഭാസ്കരൻ മാസ്റ്ററിൻ്റെ ജാമാതാവ്, സൺ ഇൻ ലോ, ഒരു ഐ ഫോർഗോട്ട് ഹിസ് നെയിം, ബട്ട് ഹി വാസ് ഇൻ ചാർജ് ഓഫ് ദി ആർട്ട് സെക്ഷൻ ഓഫ് ദ ഹിന്ദു പേപ്പർ. അപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്തു. അപ്പം ഞങ്ങളുടെ കംപ്ലീറ്റ് സംഭാഷണം ഇംഗ്ലീഷിലാണ്, ബിക്കോസ് ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ഇൻ ദി ഇംഗ്ലീഷ് പേപ്പർ. സോ ഇൻ ദാറ്റ് ഇന്റർവ്യൂ he asked me, Jerry, people say when you sing a romantic song, അതിൻ്റെ അകത്ത് is there not a bit of effeminacy? മുമ്പത്തെ പാട്ട് എങ്ങനെയാണ്, ഈ ടൈപ്പ് പാട്ട്. ഇപ്പൊ വന്ന് മെഴിയോ എന്നൊക്കെ പാടും. അപ്പൊ അതിൻ്റെ അകത്ത് അല്പം സ്ത്രൈണത്വം ഇല്ലേ എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിൽ എഫെമിനസി. ഞാൻ പറഞ്ഞു yes, definitely. If you are talking about a romantic way of singing, you cannot sing മെഴിയോരം, അങ്ങനെ പാടാൻ പറ്റില്ല. You have to be മെഴിയോർ. അപ്പോൾ അതിൻ്റെ അകത്ത് അല്പം സ്ത്രൈണ ഭാവമുണ്ട്. അപ്പോൾ അതിനി അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് റഫിയും മറ്റൊരു മറിച്ച യേശുദാസൊക്കെ ഈ
സോഫ്റ്റായിട്ട് പാടുമ്പോൾ എൻ്റെ അകത്ത് സ്ത്രൈണഭാവം ഇല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് അത് ദാറ്റ്സ് നെസസറി ഫോർ ദാറ്റ്. ഇതാണ് സംഭവിച്ചത്. ഏതേതോ വിവരദ്രോഹി വായിച്ചിട്ട് യേശുദാസ് ദൂരെ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ജെറി പറഞ്ഞു സാറിന് പെണ്ണിൻ്റെ വോയിസാണ്. അപ്പോൾ യേശുദാസ് പറഞ്ഞു ഞാനിനി ജെറിക്ക് വേണ്ടി പാടുകയില്ല എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് നവോദയ അപ്പച്ചൻ മാമാട്ടിക്കുട്ടിയമ്മയെ പറ്റി സംസാരിക്കുന്നത്. എനിവേ, ടു കട്ട് ദിസ് ലോങ് സ്റ്റോറി ഷോർട്ട്, ഫൈനലി യേശുദാസ് അഗ്രീസ് ദാറ്റ് ഐ ഷുഡ് റൈറ്റ് എ ലെറ്റർ ഓഫ് അപ്പോളജീസ്. ഞാനിങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊരു പേപ്പർ തന്നു, ഞാനതൊക്കെ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തു. എന്നിട്ടൊരു കണ്ടീഷൻ, ഓൾ സോങ്സ് ഫോർ മാമാട്ടിക്കുട്ടിയമ്മ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ മൈ ട്രിവാൻഡ്രം സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. അപ്പം നവോദയ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ജെറി ദ ഫാക്ട് ഇസ് ദിസ്, ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. മദ്രാസിൽ നിന്ന് മ്യൂസിഷ്യനെ കൊണ്ടുവരുന്നു, പാട്ട് പാടുന്നവരെ കൊണ്ടുവരുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എല്ലാം ചെയ്തിട്ട് അവർക്ക് ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കണം മദ്രാസിൽ നിന്ന് മ്യൂസിഷ്യൻസ് വരുമ്പോൾ. പിന്നെ എയർ ഫെയറോ ട്രെയിൻ ഫെയറോ പിന്നെ ഹോട്ടലിൽ താമസിപ്പിക്കുന്ന ഭയങ്കര ചിലവാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമല്ലോ. ഇത് വെരി സ്മോൾ പിക്ചർ നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഐ ഫൗണ്ട് ദാറ്റ് ജാനകി അമ്മയൊക്കെ കിട്ടാൻ വിഷമാണെന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് ചിത്രയെ കൊണ്ടങ്ങ് പഠിക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചിത്രയെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ചിത്ര എന്നിട്ട് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന പാട്ട് ഞാൻ ചിത്രയെ ഒരു ഹോട്ടൽ, കീർത്തി ഹോട്ടലുണ്ട് തിരുവനന്തപുരത്ത് തമ്പാനൂർ, അവിടെ വെച്ച് പഠിപ്പിച്ചു. ചിത്രയുടെ കപ്പാസിറ്റി എനിക്ക് മനസ്സിലാകുന്നത് when I taught her this passage, മാമാട്ടിക്കുട്ടിയമ്മേ മാമുണ്ണാനോടിവായോ തേൻകുമിളച്ചിറകുകളിൽ പാറിവായോ മാമാട്ടിക്കുട്ടിയമ്മേ, ഇവിടം വരെ ഒറ്റ ശ്വാസത്തിൽ പാടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിത്ര ഒറ്റ ശ്വാസത്തിൽ പാടും. ഐ വാസ് ഫുള്ളി ഹാപ്പി വിത്ത് ഇങ്ങനെ ചിത്ര. സർ 45 years ആയി ഇപ്പം സാർ ഈ പണി തുടങ്ങിയിട്ട് അല്ലേ? യു ആർ ദ സീനിയർ മോസ്റ്റ് കമ്പോസർ അലൈവ് ഇപ്പോൾ കേരളയിൽ, അങ്ങനെ പറയാം. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ഏജ് കാറ്റഗറിയിൽ വരുന്ന ലിറിസിസ്റ്റായിട്ട് സാറ് എന്താ പറയുക ഒരുമിച്ച് വർക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബിച്ചു തിരുമല സാറ് തുടങ്ങി കഴിഞ്ഞാൽ പി ഭാസ്കരൻ സാറ്, കൈതപ്പുറം സാറ്, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ഏറ്റവും അവസാനം റഫീഖ് അഹമ്മദ് സാറിന്റെ അസോസിയേറ്റ്, പ്രഭാവർമ്മ സാർ. അപ്പം ഞാൻ ചോദിക്കുന്നത് അവരുടെയൊക്കെ ചേഞ്ച് അനുസരിച്ച് സാറ് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കി കാണുന്നത്? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലിറിക്സ് ആണല്ലോ, അതിന്റെ ചേഞ്ചും വന്നിട്ടുണ്ട് ഒരുപാട് കാലം മാറുന്നതനുസരിച്ചിട്ട്. അത് അവർ ചിലർ മാത്രമേ ലിറിക്സ് എഴുതി തന്നിട്ട് ഞാൻ ട്യൂൺ ചെയ്യുള്ളൂ. ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ് ഡയറക്ടേഴ്സ് പറയും ഈ സന്ദർഭത്തിന് പറ്റിയ ഒരു ട്യൂൺ ഉണ്ടാക്കുക, എന്നിട്ട് അത് പാവപ്പെട്ട ലിറിക്സിന് മുതുകത്ത് വെക്കും. അദ്ദേഹത്തിനാണ് പ്രോബ്ലം ഇതിനനുസരിച്ച് എഴുതുക എന്നുള്ളത്. സോ ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ ലിറിസിസ്റ്റ് ഹു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. എന്നാൽ ഞങ്ങൾക്കൊരു ചെറിയ മൂളിപ്പാട്ട് പാടിക്കൊടുത്താൽ അവർക്ക് അതിന് അനുയോജ്യമായ ലിറിക്സും കഥയോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ. സോ അത് theirs is the more difficult task. So my experience has been, ബിച്ചു ഒരു പാട്ടുകാരനാണ്, പാടാനറിയാം. അപ്പം ഞാനിങ്ങനെ പറയുകയാണ് മഞ്ഞണിക്കമ്പിൽ എന്ന് പറഞ്ഞ ബിച്ചു, ഓ മഞ്ഞണിക്കമ്പിൽ അങ്ങനെ ലല്ല എന്ന് പാടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിട്ട് യാതൊരു ഹ്രസ്വത്തിൻ്റെയും ദീർഘത്തിൻ്റെയും വ്യത്യാസം വരാതെ, ഇപ്പം മഞ്ഞണി കൊമ്പിൽ അല്ലേ തത്ത അതേപോലത്തെ വൃത്തത്തിൽ അദ്ദേഹം അത് എഴുതും. അതുപോലെ തന്നെ പി ഭാസ്കർ മാസ്റ്റർ ഓൾസോ അമേസിങ് ലിറിസിസ്റ്റാണ്. അദ്ദേഹം ഒരു അതികായനാണെന്ന് പറയാം. ഏറ്റവും സിമ്പിൾ മലയാളം ഭാഷ ഉപയോഗിച്ച് എന്തെല്ലാം മനോഹരമായ പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ യങ് ജനറേഷനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതേ പ്രോസസ്സ് തന്നെയാണോ? ലിറിക്സിന്റെ രീതികൾക്ക് മാറ്റം എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഇവർ ഹൗ ദേ ആർ ഡൂയിങ് എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ക്ലിയർ ആണ്, ലിറിക്സിന് പ്രാധാന്യമില്ല. ബിക്കോസ് പോണ്ടറ വേണ്ട ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് കൂടി എന്നൊക്കെയാണ് ഈ ലിറിക്സിൽ കേൾക്കുന്നത്. ഇത് ഒട്ടും സാഹിത്യമല്ല. നമുക്ക് കഴിഞ്ഞ 1,00,000 കൊല്ലത്തിനുള്ളിൽ കിട്ടിയ നിധിയാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതിനെ പിടിച്ചിങ്ങനെ വളച്ചൊടിച്ച് വെറും സംസാര ഭാഷയാക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നമ്മുടെ പാട്ടുകൾക്ക്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് കഴമ്പില്ല. ഒരു ലിറിക്സ് ഇല്ലാതെ ഇപ്പം ഞാൻ
ഡഡഡൺ ഡൺ ഡൺ ഡഡഡൺ ഡം ഡഡഡൺ ഇങ്ങനെ മഴ എന്താ ഇത്. അതിൽ കുറേ വാക്കുകൾ വരുമ്പോഴേ ആ ട്യൂണിന് എന്തെങ്കിലും അർത്ഥം വരും. അപ്പോൾ ലിറിക്സ് ഇല്ലാതെ, നല്ല സാഹിത്യ ഉള്ള ലിറിക്സ് ഇല്ലാതെ ഒരു പാട്ടും നീണ്ടു നിൽക്കില്ല എന്ന് മാത്രമല്ല, ഒരു പാട്ടും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. മറ്റൊരു പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മ്യൂസിക്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് സാറിനോട് ചോദിക്കാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പോസറിന്റെ ക്രിയേറ്റിവിറ്റീനെ ഇത് ലിമിറ്റ് ചെയ്യുന്നില്ലേ? അതിനെ പറ്റിയിട്ടുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ പഠിച്ചത് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഇത്തക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കോർണൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വരുന്നതിന് 10-15 കൊല്ലം മുമ്പ് ഹോളണ്ടിൽ നിന്ന് ഒരാൾ ഫിസിക്സിൽ ഡിഗ്രി എടുക്കാൻ വന്നു. പോസ്റ്റ് ഗ്രാജുവേഷനോ PhD എന്തോ എടുക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മൂഗ്, MOOG. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കൂടി കണ്ടുപിടിച്ചു, ഒരാൾ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ആ ഫ്ലൂട്ടിൻ്റെ സ്വരം ഇങ്ങനെ പടം പോലെ കാണാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹം ഉണ്ടാക്കി. ഒരു സൗണ്ട് ആനലൈസർ എന്ന് പറഞ്ഞു, ആനലൈസർ. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ 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 പല നിരകളിൽ ഇങ്ങനെ സൗണ്ടിൻ്റെ സ്പെക്ട്രം കാണാം. അയാൾ വിചാരിച്ചു, ഓഹോ ഇങ്ങനെയാണല്ലേ, എങ്കിൽ നമുക്ക് ഫ്ലൂട്ട് വായിപ്പിക്കുന്നതിന് പകരം ഈ സ്പെക്ട്രം അവിടെ നിന്ന് കൊടുത്താൽ ഇവിടെ വരുമ്പോൾ ഫ്ലൂട്ടിൻ്റെ സ്വരം കിട്ടില്ലേ എന്നുള്ള ചിന്തയിൽ വന്നു. അങ്ങനെ അതിനുള്ള സാധനം ഇദ്ദേഹം ഉണ്ടാക്കിയതിൻ്റെ പേരാണ് മൂഗ് സിന്തസൈസർ. അതായത് പല പല വേവ്സിനെ സിന്തസൈസ് ചെയ്യുക, ഒന്നിപ്പിച്ച്, എന്നിട്ട് ഇതിൽ കൂടി കടത്തി വിടുമ്പോൾ ഫ്ലൂട്ട് പോലെ ഒരു സ്വരം വരും. അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിപ്തമായിട്ട് മനസ്സിലാക്കേണ്ട കേസാണ്. എല്ലാം പോലെയാണ്, ഫ്ലൂട്ട് അങ്ങനെ ഒന്നും വരില്ല. വയലിൻ പോലെ, ഗിറ്റാർ പോലെ, കീബോർഡ് പോലെ, ഇങ്ങനെ. അപ്പോൾ മൂഗ് സിന്തസൈസറിൽ നിന്ന് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സോ കോൾ കീബോർഡുകൾ ഉണ്ടായത്. അത് ജപ്പാൻകാരൻ കൊണ്ടുപോയി, യാമഹായും മറ്റുള്ള കമ്പനിക്കാരും കൊണ്ടുപോയി അതിനെ. ആദ്യത്തെ മൂഗ് സിന്തസൈസർ വാസ് ഈ കെട്ടിടത്തിന് പകുതി സൈസായിരുന്നു. അത്ര പേർത്ത് മറ്റേതും മറിച്ചതും എന്താ പറയുന്നത്, എനിക്കറിയില്ല, ഇലക്ട്രോണിക് ടേംസിൽ പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പകുതി വീടിൻ്റെ സൈസായിരുന്നു മൂഗ് സിന്തസൈസർ. അതിന് ജപ്പാൻകാർ ഈ ചിപ്പ് കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടി ചെറുതാക്കി ഒരു ബോക്സാക്കി ഇപ്പം നമുക്ക് തന്നിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ടുഡേ കീബോർഡ് എന്നൊരു ഓമന പേരാണ്. കീബോർഡ് എന്ന് വെച്ചാൽ ആ വെളുത്തയും കറുത്തയും കട്ടകളാണ് കീബോർഡ്. പക്ഷേ കീബോർഡ് എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഫുൾ ബോക്സാണ്. അതിൽ നിന്ന് വരുന്ന സ്വരമൊക്കെ ഫണ്ടമെൻ്റലി മെൻറ്റ് ഫോർ സിനിമയ്ക്കും TV ഷോയ്ക്കും വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കാനും അതിനുള്ള താളവും അതിനുള്ള ഡാൻസ്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ അകത്ത് ഒരുപാട് സൗത്ത് അമേരിക്കൻ ഡാൻസിൻ്റെ ബീറ്റുകളുണ്ട്. അത് ബോസാനോവ അല്ലെങ്കിൽ ടാങ്കോ എന്നൊക്കെ പറഞ്ഞ് പല പല സൗത്ത് അമേരിക്കൻ ഡാൻസസ് ഉണ്ട്. അതിന് പറ്റിയ ബീറ്റുകളും അതും ഇതൊക്കെയാണ് അവർ നിറച്ച് വെച്ചിരിക്കുന്നത്. അതെടുത്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ പള്ളിയിൽ കൊണ്ടുപോയി വായിക്കാനോ അങ്ങനെയൊന്നും ഉള്ളതല്ല. ബട്ട് എനിവേ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഫോർ സെക്യുലർ സോങ്സിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, പ്രൊവൈഡഡ് അതിൻ്റെ അതിപ്രസരം കൊള്ളില്ല. ഈ വേവ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെവിക്ക് താങ്ങാവുന്ന വേവ്സ് ആയിരിക്കണം. ചില സമയത്ത് വളരെ ഹൈ ഫ്രീക്വൻസി കുറച്ചധികം നേരം കേട്ടാൽ ചില ആളുകൾക്ക് തല കറങ്ങും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ ഹെവി ബേസ് ബും ബും എന്നുള്ള ഗിറ്റാറിൻ്റെ സ്വരമൊക്കെ ഇങ്ങനെ വന്നടിച്ചാൽ ആളുകളുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട്. നാട്ടിൽ വല്ല ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ദാറ്റ്സ് വെരി ഹാംഫുൾ ആൻഡ് ഡേഞ്ചറസ്. ഇങ്ങനെയുള്ള കുറേ ഓബ്വിയസ് ഇലക്ട്രോണിക് ഫാക്ടേഴ്സിനെ നമ്മൾ കണക്കാക്കാതെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനോട് എതിർപ്പുണ്ട്. കൺട്രോൾഡ് ആൻഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഈസ് ഓക്കെ. പക്ഷേ യാതൊരു കൺട്രോളും ഇല്ലാതെ എല്ലാവരും അടിയോട് അടിയെന്ന് പറഞ്ഞ് വായിച്ചിട്ട് ശരിയാകില്ല. സാറ് ലൈവ് പെർഫോമൻസിൽ ഭയങ്കര എനർജറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം സാറ് വർക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് അവിടെയാണ് സാറിന്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ നടത്തുന്നത് എന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഇസ് വെരി സിമ്പിൾ. മനുഷ്യൻ ആദ്യം മരത്തിലായിരുന്നല്ലോ, അല്ലേ? ഫ്രം ദി സ്റ്റോറി ഓഫ് എവല്യൂഷൻ വി നോ ഫസ്റ്റ് man was
കുരങ്ങായിരുന്നു. മരത്തെ നാശം ചാടി ഇറങ്ങി. ആദ്യം 4 കാലമൊക്കെ നടന്നു. കുറച്ച് നാൾ എന്ന് വെച്ചാൽ 1-2 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 2 കാലുകൾ നടക്കാൻ തുടങ്ങി. അവനെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന കുരങ്ങ്. ഹോമോ എന്നൊരു പേരിട്ടു, മാൻ എന്നുള്ളൊരു പേര്. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ പാട്ട് അവൻ പാടിയിട്ടുണ്ട്. പാട്ട് പാടുന്ന ജന്തുക്കൾ നമ്മൾ ഓമന പേരിട്ട് മയിൽ പാടുന്നു, അത് പാടുന്നു, ഇത് പാടുന്നു എന്നൊക്കെ പറയുമെങ്കിലും പാട്ട് പാടുന്ന ഒരേ ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ, അതായത് നമ്മുടെ ഭൂമിയിലുള്ളത് മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആ പാട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വേണ്ട. അപ്പം ഞാൻ ചെയ്യുന്ന 30 പേര് നിലത്തി നിർത്തിയിട്ട് ഒരു പാട്ടങ്ങ് പാടി. അപ്പം യഥാർത്ഥ ലൈവ് കഴിഞ്ഞ 1,00,000 കൊല്ലം ചെയ്ത കാര്യം നമ്മൾ പെട്ടെന്ന് കൈവിടാൻ പാടില്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ പാട്ടുണ്ടായതും ആ പാട്ടിനെ നിലനിർത്തിയതും നമ്മുടെ കഴിവാണ്. അത് ഇന്നും തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിലും എനിക്ക് എനർജി വരും നാച്ചുറലി. ഐ ആം എ സിംഗർ, ഐ ടോൾഡ് യു. 4ാമത്തെ വയസ്സിൽ പാട്ട് പാടാൻ തുടങ്ങിയില്ലേ. സോ ഐ നോ എക്സാക്ട്ലി വേർ ബ്രെത്ത് എവിടെ എടുക്കണം, എവിടെ പ്രൊനൗൺസിയേഷനിൽ ചന്ദ്രക്കല ഉപയോഗിക്കണം. ഉദാഹരണം വന്നു പോയി, നോട്ട് വന്നു പോയി, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആക്യുറസി ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ 30 പേരെ കണ്ട് ഒപ്പം പാടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ടും വളരെ വ്യക്തമാണ്. സാറിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ 28 സ്റ്റേറ്റ്സിലുള്ളവർ പല ഡിഫറെൻറ്റ് അതേ സ്റ്റേറ്റ് അവർ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള വേഷം ഇട്ടിട്ടുള്ള ഒരിത് കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതൊന്ന് വെരി സിമ്പിൾ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് സിംഗ് പാടു സിംഗ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ പാടു എന്നാണ്. അപ്പോൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റിലുമുള്ള ഉടുപ്പ് അവരെ ഇടുന്നു. അപ്പോൾ ഇന്ത്യയാണ് പാട് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ. ഐ എം ഷുവർ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ ഇത് കഴിയരുതെന്ന് തോന്നിപ്പോവും. ഒരുപാട് കാര്യങ്ങൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡെപ്തിലാണ് സാറ് സംസാരിക്കുന്നതും ഒരുപാട് ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയപരിമിതിയാണ് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് ശേഷം ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. വെരി നൈസ് ആക്ച്വലി.